ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇത് ശനിയാഴ്ചക്കത്തെ അഥവാ ഇന്നലത്തെ വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇന്ന് കുറച്ച് നേരത്തെ തന്നെ പണികളും കാര്യങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ കിടക്കാൻ കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. എൻ്റെ റൊട്ടീനൊന്ന് ചേഞ്ച് ആക്കാൻ വിചാരിച്ചു. ഞാൻ പറഞ്ഞിരുന്നല്ലോ കുറച്ച് മടിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ മടിയൊക്കെ ഒന്ന് മാറ്റിങ്ങാണ്ട് ഒന്ന് എന്താ പറയുക ലെവൽ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഈ തുണി മടക്കി വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ തലേ ദിവസം രാത്രി മടക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടാകുന്നില്ല കേട്ടോ. ഇവാൾക്ക് എക്സാം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ രാത്രി ആളുടെ കൂടെ തന്നെ ഇരിക്കണം പഠിപ്പിക്കാനും കാര്യങ്ങൾക്കും. അപ്പോൾ രാത്രി മടക്കി വെക്കാൻ പറ്റിയിട്ടുണ്ടാകുന്നില്ല. അപ്പോൾ രാവിലെ എണീച്ച പാടെ തന്നെ ഞാൻ എന്ത് ചെയ്തു, തുണിയാണ് മടക്കി വെച്ച് പിന്നെയാണ് കേട്ടോ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ അതാ ചോറിനുള്ള അരിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കഴുകിയിട്ട് റൈസ് കുക്കറിൽ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പിന്നെ കിച്ചണിൽ വന്നേക്കന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് ചിക്കന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തണുപ്പ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനിടയിൽ എൻ്റെ ഒരു ഇന്നലത്തെ വീഡിയോക്ക് വോയിസ് കൊടുക്കലും എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് പിന്നെ ഞാൻ ബാക്കിയുള്ള പണികൾക്കൊക്കെ നിന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ അയാനെക്കുട്ടി ഈ ഒരു ടൈമിലൊന്നും എണീച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ അരി ഒക്കെ കഴുകി എടുത്ത് ഇനി അതാദ്യം റൈസ് കുക്കറിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഇന്ന് വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. കാരണം തലേദിവസം രാത്രിക്ക് നമ്മൾ നൂൽപുട്ടുണ്ടല്ലോ, ഇടിയപ്പം, അതും മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, കുറച്ച് അധികം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കറിയും നൂൽപുട്ടും കേട്ടോ. എന്നാൽ പിന്നെ രാവിലെ പിന്നെ ഉണ്ടാക്കണ്ടല്ലോ വിചാരിച്ചിട്ട്. കാരണം രാത്രിക്ക് ഉണ്ടാക്കിയത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ആവി കയറ്റി എടുത്താൽ മതി. അപ്പോൾ അങ്ങനെ അതവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ നമ്മുടെ ഗ്ലാസ് ബോട്ടിൽ നിന്ന് ചായ വെക്കുന്നത് കേട്ടോ. ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ എടുക്കാറുണ്ട്, ഡെയിലി ഒന്നും യൂസ് ആക്കാറില്ല കേട്ടോ. ഒന്നാമത് ഡെയിലി യൂസ് ആക്കിയാൽ കയ്യിൽ നിന്ന് എങ്ങാനും വീണ് പൊട്ടോ ഒക്കെ എന്നുള്ളൊക്കെ ഒരു പേടിയാണ് കേട്ടോ എനിക്ക്. അപ്പോൾ അങ്ങനെ ഡെയിലി ഒന്നും എടുക്കാറില്ല. ഇങ്ങനെ ഒന്ന് കൊതിയാവുമ്പോൾ ഒന്നെടുക്കും, എന്നിട്ട് അതിലൊന്ന് ചായ കാച്ചും, അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. ഇനിയിപ്പോൾ അതാ പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നതാണ് കേട്ടോ, ഇത് പൊട്ടുമോ എന്നുള്ളത്. പൊട്ടും, പക്ഷേ കയ്യിൽ നിന്ന് വീണാല പൊട്ടുക കേട്ടോ. ചായ വെക്കുന്നത് തന്നെയാണത്. അപ്പോൾ നമ്മുടെ മണി പ്ലാന്റ് കണ്ടില്ലേ, പുതിയ ലീഫും കാര്യങ്ങളൊക്കെ ആ ഒരു റൂട്ടുമ്മ വരുന്നുണ്ട് കേട്ടോ. വേരുമ്മേ അത് വെറും 2 ഇല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് വേറൊരു മണി പ്ലാന്റാണ്. അതുമ്മേ ഇതാ പുതിയ ലീഫും കാര്യങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു പ്ലാന്റിൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷേ അതിൽ വേറൊരു ഇത് വന്നിട്ടുണ്ട് കേട്ടോ, മുള പൊട്ടിയിട്ടുണ്ട്. വേറൊരു ഇങ്ങനെ വേറെ പൊട്ടി ഉണ്ടാകാറില്ല, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് പുറത്ത് വെച്ചിരുന്ന പ്ലാന്റാണ്. അതൊന്ന് മണ്ണിട്ടോ ലീഫുമേക്ക് മഴ ഇങ്ങനെ പെയ്തിട്ട് വെള്ളം നിറഞ്ഞിട്ട് അങ്ങനെ ചെളിയായതാണ്. ഇനി അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുക്കണം. പിന്നെ ഇനിയിപ്പോൾ അതാ ക്യാബേജ് അരിഞ്ഞാണ് കേട്ടോ ഉച്ചക്കൊക്കെ ഉള്ളത്. അപ്പോഴേക്കും നമ്മുടെ ചായക്കുള്ള വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ ഇതിൽ പാല് പാർന്നങ്ങാണ്ട് ചായ വെക്കുകയാണെങ്കിൽ ചിന്തിപ്പോകും കേട്ടോ. നമ്മൾ അരച്ച് കൊടുത്താലും തുറന്ന് കൊടുത്താലും ചിന്തിപ്പോകും. പിന്നെ എന്താ പറയുക, കട്ടൻ ചായ ആണെന്നുണ്ടെങ്കിൽ ചിന്തിപ്പോവും, കാര്യങ്ങളൊന്നും ചെയ്യൂല. ഓഫാക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും കേട്ടോ. നമ്മുടെ മൺചട്ടിയൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ മടിയൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് തിരുന്നാൽ ശരിയാവില്ല എന്ന് തോന്നിയപ്പോൾ മടിയൊക്കെ മാറ്റി വെച്ചിങ്ങാണ്ട് പണികളൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മുടെ എന്താ പറയുക കുക്കിങ്ങും കാര്യങ്ങളൊക്കെ രാവിലെ ഇവ പോകുന്നതിന് മുമ്പേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവ പോയാൽ നമുക്ക് ക്ലീനിങ്ങിന് മാത്രം നിന്നാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പണികളൊക്കെ പെട്ടെന്ന് തീർക്കുന്നത്. ഇനിയിപ്പോൾ ക്യാബേജ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചോറ് അവിടെ റൈസ് പോട്ടിലേക്ക് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ലപോലെ കഴുകി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ എന്ത് വിചാരിച്ചു, ഒന്ന് എനർജറ്റിക് ഒന്നുകൂടെ ആവാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. നല്ല ചൂട് ചായ ഞാൻ കുടിക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും വെറുതെയാണ്. ഈ കപ്പിൽ നിന്ന് കൊണ്ടുപോയി ഒരു പാത്രത്തിൽ പാർന്ന് വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് ആ ചായ ഒന്ന് തണിഞ്ഞാലാണ് കേട്ടോ ഞാൻ കുടിക്കുക. അങ്ങനെ ചായ ചൂടോടുകൂടി കുടിക്കാൻ ഇഷ്ടമില്ലാത്തവരെ എത്ര ആളുണ്ട് എന്നുള്ളത് താഴെ ഒന്ന് കമൻ്റ് ആക്കണേ. അപ്പോൾ അങ്ങനെ ഇതാ ഇനി ക്യാബേജ് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതിനിടയിൽ ചായയൊക്കെ അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൊരു കമൻറ്റ് ഉണ്ടായിരുന്നു, കുക്കിങ്ങിൻ്റെ കൂടെ അല്ലാത്ത വീട്ടിലെ ജോലികളും ഒക്കെ കാണിച്ചുകൂടെ എന്ന് ചോദിച്ചിട്ട്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മടി പിടിച്ചത് കാരണം വെറും കുക്കിങ്ങിൻ്റെ ടൈമിൽ മാത്രം ട്രൈപോഡ് ആ ഒരു ഗ്യാസിൻ്റെ അവിടെ മാത്രം വെച്ചാൽ മതിയല്ലോ, ആ ഒരു കാര്യം ആലോചിച്ചിട്ട് അങ്ങനെ വീഡിയോസ് എടുത്തിരുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആ ഒരു കമൻറ്റ് കണ്ടത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി വരും വീഡിയോസിൽ ഞാൻ
എൻ്റെ മടിയെല്ലാം മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് എങ്ങനെ എന്താ പറയുക വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഷൂട്ടാക്കുന്നുണ്ട്. ക്ലീനിങ്ങും അതുപോലെ തന്നെ ബാക്കി കുക്കിങ്ങും എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ ഞാൻ എങ്ങനെയാണ് ഒന്ന് എനർജറ്റിക്കായി കൊണ്ടുവന്നത് എന്നുള്ളതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നിങ്ങനെ കുക്കിങ്ങൊക്കെ ആയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ഇനിയിപ്പോൾ അതാ ഉപ്പേരി വെന്തപ്പോൾ പിന്നെ ഞാനത് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് കുറച്ച് ചിക്കൻ അതൊന്ന് എടുത്തെങ്ങാണ്ട് ഞാൻ മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രൈ ആക്കിങ്ങാണ്ട് എടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വീഡിയോസിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. എന്നാലല്ലേ എനിക്കറിയുള്ളൂ. എനിക്കിപ്പോൾ ആ കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി വെറും കുക്കിംഗ് തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവുന്നു. എനിക്ക് തന്നെ അറിയാമായിരുന്നു നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവുമോ എന്നുള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ മടി കാരണം അങ്ങനെ ചെയ്യാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. ക്ലീനിങ്ങൊക്കെ ചെയ്യുമായിരുന്നു, പക്ഷേ അതിൻ്റെ ഒപ്പം ട്രൈപോഡ് കൊണ്ട് നടക്കുമ്പോൾ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അതൊക്കെ മാറ്റി ഇന്നൊക്കെ ഞാൻ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ചാൽ തന്നെ നമ്മളെ മാറ്റാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളങ്ങനെ പറയുമ്പോഴല്ലേ എനിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കമൻ്റായിട്ട് എന്തായാലും അറിയിക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ അയാനക്കുട്ടി എണീച്ച് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ഓൾഡ് വർത്തമാനങ്ങൾ കാണാം കേട്ടോ. അടി വേണോ നാട് വെക്കേ ചായ വേണ്ടേ നമുക്ക്? അപ്പം വേണ്ടേ? ആണോ? തരില്ല. അങ്ങനെ പിന്നെ ഓൾക്ക് ചായയും കാര്യങ്ങളൊക്കെ അതിനിടയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇടിയപ്പമൊക്കെ ഞാൻ ചൂടാക്കി എടുത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മുട്ടക്കറിയൊക്കെ ചൂടാക്കിയിട്ട്. അപ്പോൾ അത് ആ ചിക്കന് സെക്കൻഡ് പാർട്ടും കൂടെ ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇവ അതിനിടയിൽ എണീച്ച് ആളുടെ കാര്യങ്ങളൊക്കെ ഓൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓളുടെ കാര്യങ്ങൾക്ക് അങ്ങനെ എല്ലാത്തിനും നമ്മൾ ഒപ്പം നിന്ന് കൊടുക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ചിക്കനൊക്കെ ഫ്രൈ ആക്കി എടുത്തപ്പോൾ ചോറ് ഞാൻ അതിനിടയിൽ ഊറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. ക്യാബേജ് ഉപ്പേരിയും ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഇവക്ക് കൊടുത്തു വിട്ടിട്ടുള്ളത്. അങ്ങനെ പിന്നെ ഇവ പോയതിന് ശേഷമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ അത്യാവശ്യം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും മീൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ ഫ്രൈ ആക്കിയതൊക്കെ അതിനിടയിൽ ഇവാക്ക് കൊടുത്തയച്ചു. പിന്നെ ഞങ്ങൾ എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോഴും അയാനക്കുട്ടിക്ക് അങ്ങനത്തെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിൽക്കില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി ഉച്ചക്കൽക്ക് എന്തായാലും വെറും ക്യാബേജ് ഉപ്പേരി മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നാൽ 2 മീനും കൂടെ പൊരിക്കാൻ വിചാരിച്ചിട്ട് മീൻ ഞാൻ എല്ലാം നന്നാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ബാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചു. അന്നൊക്കെ മാത്രമുള്ളത് ഞങ്ങൾ ഇന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതാ ആ ഒരു ചിക്കൻ പൊരിച്ച ആ ഒരു എണ്ണയിൽ തന്നെ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ മീനൊക്കെ പെട്ടെന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്താ പറയുക ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ചതച്ച് വെച്ചതുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ഒരു പണിയായിട്ട് തോന്നില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ കാര്യമായിട്ടും ഇതിലൂടെ നമ്മളുടെ ഇവിടെ ചെമ്പല്ലി എന്നാട്ടോ ഈ ഒരു മീനിന് പറയാം. പല നാട്ടിലും പല പേരായിരിക്കും. ഈ ഒരു മീനാണ് കേട്ടോ ഏറ്റവും കൂടുതൽ വരുന്നത്. വീടിൻ്റെ ഉമ്മർത്ത് കൂടെ തന്നെ മീൻ വരുന്നതുകൊണ്ട് ടെൻഷനില്ല കേട്ടോ. ചിക്കനാണെങ്കിലും ബീഫാണെങ്കിലും മീനാണെന്നുണ്ടെങ്കിലും നമുക്ക് വീട്ടിലേക്ക് എത്തും. ചിക്കനാണെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ കൊണ്ടുവരും. ബീഫും മീനും എന്നും ഡെയിലി വരും കേട്ടോ. ഇതിലൂടെ വണ്ടിയിൽ വരും. പിന്നെ പച്ചക്കറി ഫ്രൂട്ട്സ് എല്ലാതും നമുക്ക് വീടിൻ്റെ ഉമ്മറത്തേക്ക് വരും. പൈസ ഉണ്ടായാൽ മാത്രം മതി എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെ ഇതാ മീൻ പൊരിച്ച് എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഇത്രയാണ്. മീൻ പൊരിച്ചതും അതുപോലെ എന്താ പറയുക ക്യാബേജ് ഉപ്പേരി അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കണ കാര്യങ്ങൾ അതൊന്നും ഷൂട്ടാക്കിയിട്ടില്ല കേട്ടോ. അതൊക്കെ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ അലക്കലും കുടിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ആ ഒരു വിശപ്പ് പോയിങ്ങാണ്ട് ചോറ് കഴിച്ചപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനൊക്കെ മറന്നു പോയിട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് വൈകുന്നേരം ഇവ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം ചായ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ചായക്കുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അയാനക്കുട്ടി കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ഈ ഒരു കൗണ്ടർ ടോപ്പിൽ ആളെ കയറ്റിയിരുത്തുകയാണെങ്കിൽ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ആ ഒരു കൗണ്ടർ ടോപ്പിൽ ആളെ കയറ്റിയിരുത്തി കഴിഞ്ഞാൽ പിന്നെ എല്ലാതും വലിച്ചിട്ടും തൊട്ടിട്ടും അങ്ങനെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ചായക്കുള്ള വെള്ളം വെച്ചിട്ട് പിന്നെ ഞാൻ 3 ആൾക്കും 3 സമൂസ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുകയാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വീഡിയോനെ പറ്റിയിട്ട് എന്ത് ചെയ്യുക, കമൻറ്റും കാര്യങ്ങളൊക്കെ അറിയിക്കുക. എന്നാലേ എനിക്ക് വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണോ എന്നുള്ളതൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഇൻഷാ അല്ലാഹ് ഞാൻ കൂടുതൽ റെസിപ്പീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഓണം റെസിപ്പീസൊക്കെ വേണം എന്നുള്ളവർ താഴെ ഒന്ന് കമൻറ്റ് ആക്കുക കേട്ടോ. ഓണത്തിൻ്റെ വിഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ഓണക്കല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് താഴെ ഒന്ന് കമൻറ്റ് ആക്കുക. സിമ്പിളായിട്ടുള്ള റെസിപ്പീസ് എനിക്കറിയാവുന്നതൊക്കെ ഞാൻ ഷെയർ ആക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചായയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സദ്യ എന്ന് പറയുന്നത്. അപ്പോൾ അത് കാരണം സദ്യയിലെ വിഭവങ്ങളും ഇഷ്ടമാണ്. അപ്പോൾ അത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വിഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ചെയ്യേണ്ടി കേട്ടോ. അപ്പോൾ ഇന്നത്തെ മുറ്റത്തിൻ്റെ അവസ്ഥ കണ്ടില്ലേ, ഉച്ചവരെ മഴ തന്നെയായിരുന്നു കേട്ടോ. അത് കാരണം നമ്മൾ മുറ്റടിച്ചാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ എന്തായാലും അടിക്കാൻ ടൈമില്ല, നാളെ അടിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ നമ്മളങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ വീഡിയോ ഞാൻ ബാക്കി ഷൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് പിന്നെ ഷൂട്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഫോണിലത്തെ ചാർജൊക്കെ കുറവായിരുന്നു. അപ്പോൾ പിന്നെ ഷൂട്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ നടക്കില്ല. ഫോൺ ഇങ്ങനെ ഗ്ലും എന്ന് പറയുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.